ബിഗ് ബോസ് ടോപ്പ് 10 റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് 9ാമത്തെ എപ്പിസോഡ്, ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് നമ്മൾ പറയാം. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടിയായി അഭിനയിക്കാൻ പറയുന്ന ശ്രീകല എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് കുട്ടിയായി അഭിനയിച്ചത്. ബിഗ് ബോസ് ടാസ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വൻ അടിയുമായി വന്നിരിക്കുകയായിരുന്നു ഗബ്രിയലും ജാസ്മിനും. തുടക്കം കുറച്ച് ബോറാണ്, പക്ഷേ ഒടുക്കം നന്നായി. അവർ തമ്മിൽ കട്ടക്കലിപ്പായി, പിന്നെ അതൊരു ഫയറായി. ബിഗ് ബോസ് ഒരു തീ കത്തിക്കലായിപ്പോയി. എന്താണിത്? എന്തിനാണിത്? ബിഗ് ബോസ് സീസൺ 6 മറ്റൊരു തീ കൂടാരങ്ങൾ പക്ഷേ ഇത്ര ഓവറാക്കി ജാസ്മിൻ ഗബ്രിയെ രക്ഷിക്കുന്നു. ഒരു ഐസ്ക്രീമിൻ്റെ പേരും പറഞ്ഞ് ജാൻമണിയുടെ നെഞ്ചത്ത് കയറുന്ന ഒരു വല്ലാത്തൊരു കളിയാണ് ജാസ്മിനും ഗബ്രിയിലും കാട്ടിക്കൂട്ടുന്നത്. അത് കണ്ട് പ്രേക്ഷകർക്ക് വല്ലാത്ത പ്രയാസം തന്നെ. ഇങ്ങനെ പോയാൽ ബിഗ് ബോസ് ഒരു കോൺട്രവേഴ്സിയായി മാറും. സീസൺ 6 ഒരുപാട് കണ്ടന്റ് എറിഞ്ഞു തരികയാണ് പ്രേക്ഷകർ. പക്ഷേ ഇതിങ്ങനെ വളരെ ലോജിസ്റ്റിക് ഇല്ലാത്ത കണ്ടന്റാണ് പ്രണയത്തിലും കാണുന്നത്. ഇതൊക്കെ കലിപ്പന്മാർ മാത്രമല്ലാതെ ഇവിടെ പ്രണയത്തെ കാണുന്നില്ല. പ്രണയമുണ്ടെങ്കിലും അതൊരു നാടകമാണ്. ജാസ്മിനും ഗബ്രിയിലുമൊക്കെ എന്തൊക്കെയോ ഉദ്ദേശിച്ചാണ് ഗെയിം പ്ലാൻ നടത്തുന്നത് എന്ന് വെക്കുമ്പോൾ ജിറ്റോ എന്ന് പറയുന്ന മത്സരാർത്ഥിയൊക്കെ വളരെ സൈലൻ്റാണ്. ഋഷിയുടെ കേസ് ഇന്നലെ കഴിഞ്ഞതിന് ശേഷം ഋഷിയുടെ ഗെയിമൊക്കെ അവിടെ സൈലൻ്റായിപ്പോയി. പക്ഷെ പിന്നെ ജിറ്റോ ആണ് പിന്നെ മുന്നിലേക്ക് ഇറങ്ങുന്നത്. അടുത്ത ക്യാപ്റ്റൻ ആകാനുള്ള ഏക സാധ്യത ജിറ്റോ ആണ്. പക്ഷെ അത് ഇന്നലത്തെ ആ ഗെയിമിനകത്ത് അപ്സരയെ ഗെയിമിൽ നിന്നൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്സരയെ നന്നായി വെല്ലുവിളിച്ചു ജാസ്മിൻ. പലതവണ എന്തൊക്കെയോ പറഞ്ഞ് അപ്സരയെ മൈൻഡ് ഔട്ടാക്കാൻ ശ്രമിച്ചു. പല കാര്യങ്ങളും നോക്കുമ്പോൾ അപ്സര എന്തൊക്കെയോ ഭാവിച്ച് കളിക്കുന്ന പോലെ ഒരു ഗെയിം സ്ട്രാറ്റജി. ഗബ്രിയെ മാത്രം ഫോക്കസ് ചെയ്ത് അവൻ്റെ മാത്രം പക്ഷം പിടിക്കുന്നു എന്നതാണ് ജാസ്മിൻ അപ്സരയോട് ചെയ്തു. അപ്സര എന്ന് പറയുന്നൊരു ക്യാപ്റ്റനാണെന്നുള്ളൊരു വില പോലും കൊടുക്കാതെ ഷൗട്ടിങ് പവറോടും കൂടി ആജ്ഞാപിക്കുന്ന ഒരു ജാസ്മിനെയാണ് കണ്ടത്. എന്തിനാണിത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ബിഗ് ബോസ് ഇതുപോലുള്ള ഒരു കണ്ടന്റ് നമുക്ക് ക്രിയേറ്റിവിറ്റി ആകും. നോക്കാം. ബിഗ് ബോസിൻ്റെ ഒരു രസകരമായ രീതിയായിരിക്കാം. നന്നായിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 6 ഇങ്ങനെയുള്ള കണ്ടൻറ്റൊക്കെ വളരെ അഗ്രസീവാണ്. ഇങ്ങനെയുള്ള കണ്ടൻറ്റ് പ്രേക്ഷകർക്ക് കാണാൻ ഇത്തിരി ഇഷ്ടവുമാണ്. പക്ഷേ ഈ കണ്ടൻറ്റൊക്കെ ഒരു ദിവസത്തെ ആയുസാണ്, അറിയാം. പക്ഷേ ജാൻമണി കാണിക്കുന്ന ഓരോ ബഗിടിത്തരത്തിന് അത് ഒരു വല്ലാത്തൊരു സങ്കടം. ജാൻമണിക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡുണ്ട്. ഏതിനെയും ഒരു അരകൻ്റെ പെരുമാറ്റം ജാൻമണിക്കുണ്ട്. ഒരു നെഗറ്റീവ് തോട്ട് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, പക്ഷെ അവിടെ ബുദ്ധി എറിഞ്ഞ് കളിക്കുന്നത് നമുക്കറിയാവുന്ന മോഹൻലാലിൻ്റെ മകളായി അഭിനയിച്ച ഹൻസിബയാണ്. വളരെ തന്ത്രശാലിയാണ്, വളരെ മിടുക്കിയായി അവർ ഗെയിമിനെ ഒരു അറ്റത്തേക്ക് എത്തിക്കുന്നുണ്ട്. ആ ഒരു സ്ട്രാറ്റജി ഹൻസിബ കൊണ്ട് നടക്കുന്നുണ്ട്. ആർക്കും പിടികൊടുക്കാതെ, ആർക്കും മനസ്സിലാകാതെ തന്ത്രപരമായൊരു വിജയം ഹൻസിബ കാണുന്നുണ്ട്. ജിറ്റോ അടുത്ത പ്രാവശ്യം ക്യാപ്റ്റൻസി ആയി കഴിഞ്ഞാൽ ജിറ്റോയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വലിയൊരു ഗംഭീരതരം. സിജോ അവിടെ തീർന്നു. രതീഷ് പോയതിനു ശേഷം സിജോ
പിന്നെ ഒന്നും നമുക്ക് കാണുന്നില്ല. സിജുവിനെ കാണുന്നില്ല ബിഗ് ബോസ്. യമുന റാണി ഉണ്ടെങ്കിലും ചില സമയങ്ങൾ യമുന റാണിയെ നമ്മൾ മറന്നു പോകും. യമുന റാണി എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റൊന്നും ബിഗ് ബോസിൽ വരുന്നിട്ട് കാര്യമില്ല. ഒരു പെർഫോമൻസും അവിടെ ഉണ്ടാവില്ല. കാരണം അത്രക്കും മൈൻഡ് ജാഗ്രതയുള്ള പെൺകുട്ടി ഗെയിമറൊന്നും അല്ല അവർ. സുരേഷും അവരൊക്കെ വീണ്ടും ഔട്ടായി പോകേണ്ട സമയം കഴിഞ്ഞു. വീണ്ടും പിടിച്ചു നിൽക്കുമ്പോൾ അടുത്ത മത്സരാർത്ഥിക്ക് അവസരം നഷ്ടപ്പെടുകയാണ്. സുരേഷ് എന്നവർക്ക് അവിടെ മത്സരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മറ്റൊരാൾക്ക് അവസരം കൊടുക്കാം. എത്ര റീ എൻട്രി വരുന്ന കേസൊക്കെ ഉണ്ട്. അതൊക്കെ ആവാം. ബിഗ് ബോസ് പുതിയ വ്യക്തിയെ കൊണ്ടുവരാം. അതൊക്കെ ബിഗ് ബോസിന് ശ്രമിക്കാം. മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു ചില മാറ്റങ്ങൾ ഇതുവരെ ബിഗ് ബോസ് കൊണ്ടുവന്നില്ല. അങ്ങനെ ഗെയിമിൻ്റെയും ഇതിൻ്റെയും ഇടക്ക് നടന്ന ഒരു സംഭവമായിരുന്നു ഞാൻ പറഞ്ഞ ഈ ഐസ്ക്രീം വെച്ചാണ് ആ കണ്ടൻറ് ഉണ്ടാക്കിയത്. ഐസ്ക്രീം എന്നോട് ചോദിക്കാതെ എങ്ങനെ എടുത്തു എന്ന് ഗബ്രി. ജാസ്മിൻ പറഞ്ഞു, അവൻ പറയുന്നത് ശരിയല്ലേ, അവൻ്റെ സാധനം നിങ്ങൾ ചോദിക്കാതെ എടുത്താൽ നിങ്ങൾ പറയില്ലേ എൻ്റെ സാധനം എങ്ങനെ ചോദിക്കാൻ എടുത്തു എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ഫോഴ്സ് ചെയ്ത് ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ ചൂടാകും. നിഷാനയോടല്ല, എല്ലാം കൂടി അപ്സരയുടെ മേലത്തെ കെട്ടിവെക്കും. അപ്സര ഇമോഷനാകുന്നു, ഡൗൺ ആകുന്നു. അപ്സര ക്യാപ്റ്റൻസിയിൽ ഞാൻ അർഹനല്ല എന്ന് പറയുന്നു. അങ്ങനെ പലതരം ഗെയിം കളി കണ്ടു. എല്ലാം സീരിയസ് ആയിരുന്നു. ഇമോഷൻ ഓഫ് ഡ്രാമ, അതാണ് അതിന് പറയേണ്ടത്. ഒരു ഇമോഷൻ ഡ്രാമ അവിടെ ജാസ്മിൻ കാണിക്കും. ഗബ്രിയിൽ കാണിക്കുന്നത് സത്യം തന്നെയാണ്, അല്ല അതും ഒരു ഡ്രാമയാവാം. ഗബ്രിനും ജാസ്മിനും തമ്മിൽ എന്തൊക്കെയോ ഉണ്ട്. അത് നമുക്ക് പതിയെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അത് പ്രേക്ഷകർ നിങ്ങൾ തന്നെ വെളിപ്പെടുത്തേണ്ടതാണ്. ഗബ്രിയിലും ജാസ്മിനുമായുള്ള ബന്ധത്തെ നമ്മൾ കൂടുതൽ അറിയണം, കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരുടെ പ്രേമ നാടകം എത്രത്തോളം പോകും എന്നറിയില്ല. റോബിനും ദിൽഷയും പോലെ ആവില്ല, ഫേക്കായൊരു പ്രണയമാകുന്നു എന്നെനിക്ക് തോന്നുന്നു. റോബിനും ദിൽഷയും ഫേക്കായിരുന്നു, പക്ഷേ അതുപോലെ ഫേക്കില്ല. എന്നാലും വളരെ ഡ്രമാറ്റിക്കായ പ്രണയമാണിത്. മനസ്സ് കൊണ്ട് നമ്മളെ മൂടിക്കളയുന്നൊരു പ്രണയം തന്നെയാണ്. വല്ലാത്തൊരു അടുപ്പം അവരിൽ കാണുന്നു. പ്രണയത്തെ ഇങ്ങനെ കോരിയെടുക്കുന്നത് പോലെ, അതിലേക്ക് നമ്മൾ ഇട്ടിട്ട് വളക്കുന്നത് പോലെ. എന്താണിത് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ വ്യക്തമായി ബിഗ് ബോസ് മനസ്സിലാക്കി തരണം. അതിൻ്റെ ടൈം കഴിയാനായി. എന്നാലും ബിഗ് ബോസ് അതിനെക്കുറിച്ച് കൂടുതൽ ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയം, പുതിയൊരു കാര്യവുമായി നമ്മൾ പിന്നെ